പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് കൈവിട്ടെന്ന ആരോപണവുമായി CPIM സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ LDFിന് ലഭിച്ചുവെന്നും CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാൽ CPIMന്റെ പരമ്പരാഗത പാർട്ടി വോട്ടുകളാണ് ചോർന്നത് എന്നാണ് UDF ക്യാമ്പിന്റെ പ്രതികരണം. പൊന്നാനിയിലെ പോളിംഗ് ശതമാനത്തിലെ വലിയ ഇടിവിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ് ഇരു മുന്നണികളും. കോൺഗ്രസിന് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞതെന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയോടുള്ള കോൺഗ്രസുകാരുടെ താല്പര്യക്കുറവാണ് ഇതിന് കാരണമെന്നാണ് CPMന്റെ ആരോപണം. ഭൂരിപക്ഷവും UDFന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വോട്ടർമാരാണ് വോട്ട് ചെയ്യാത്തത്. കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായി കിട്ടിയിട്ടില്ല. കോൺഗ്രസിലെ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് അതാണ്. സമസ്ത ലീഗ് തർക്കത്തിൽ അസ്വസ്ഥരായ സമസ്തയിലെ ഒരു വിഭാഗം തങ്ങളെ പിന്തുണച്ചുവെന്നും ഇത് പൊന്നാനിയിൽ അട്ടിമറിക്ക് കാരണമാകുമെന്നുമാണ് CPMന്റെ അവകാശവാദം. നല്ല തോതിലുള്ള ഒരു അസംതൃപ്തി സമസ്ത വിഭാഗത്തിൽ ലീഗിനെതിരായിട്ട് പൊന്നാനി മണ്ഡലത്തിലും അതുപോലെ മലപ്പുറം മണ്ഡലത്തിലും നിലനിന്നിരുന്നു. പൊന്നാനി മണ്ഡലത്തിൽ നല്ല തോതിൽ അത് വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ CPM ആരോപണങ്ങളെ പരിഹസിച്ച് തള്ളുകയാണ് UDF ക്യാമ്പ്. പൊന്നാനി അടക്കമുള്ള CPM ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചേർന്നത് ആയുധമാക്കിയാണ് UDFന്റെ മറുപടി. സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ അവതരിപ്പിക്കപ്പെട്ട LDF സ്ഥാനാർത്ഥിയെ പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ പിന്തുണച്ചില്ലെന്നാണ് UDFന്റെ ആരോപണം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.